എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ പഠിച്ചു. ഇനി കുറച്ച് നമുക്ക് അതിൻ്റെ അകത്ത് കലാപങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. അത് നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ അടുത്ത ദിവസത്തേക്ക് നമ്മൾ ചെയ്യും. ആദ്യം തന്നെ നിങ്ങൾ തന്ന സപ്പോർട്ടിനും അതേപോലെ തന്നെ ഒത്തിരി ആളുകൾ നമുക്ക് പേഴ്സണലായിട്ടും അല്ലാതെ ഒക്കെ മെസ്സേജ് അയച്ചിരുന്നു. അതായത് സാർ ഉറപ്പായിട്ടും ഈ ഒരു PYQ സെക്ഷൻ കണ്ടിന്യൂ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ PYQ സെക്ഷൻ ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഡേ 4 ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് ഫുള്ളും അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസിൻ്റെ ലെങ്ത് കുറച്ച് വലുതായിരിക്കും. മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊന്ന് ഫുള്ളായിട്ട് കണ്ട് തീർക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇനി ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇനി നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. അത്ര സെറ്റായിട്ടാണ് നമ്മൾ പഠിച്ചാണ് പോകുന്നത്, അല്ലാതെ വെറുതെ വായിച്ചല്ല പോകുന്നത്. പഠിപ്പിച്ച് സെറ്റായിട്ടായിരിക്കും നിങ്ങളിത് പോകുന്നത്. അപ്പോൾ നന്നായിട്ടിരുന്ന് ഒന്ന് എന്താ പറയുക, കേൾക്കാനായിട്ട് ശ്രമിക്കുക. 1-2 തവണ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടന്റുകൾ മാക്സിമം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെയാണ് ഈ ക്ലാസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെ ആയാലും, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോയാലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിൻ്റെ രൂപീകരണവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ എക്സാമുകളിൽ ഒരു LDC ആണെങ്കിലും LGS ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാമിന് പോലും അത്രത്തോളം ടോപ്പിക് ഇതിൻ്റെ ഒന്ന് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ടോപ്പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മുടെ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു സെറ്റിൽ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ട് പഠിച്ച് നമ്മൾ PYQ നോക്കിയതിന് ശേഷം കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അല്ലെങ്കിൽ അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1885 മുതൽ 1947 വരെയും ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു ദേശീയ സംഘടനയുണ്ടായിരുന്നു. ആ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന്. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. അതായത് 1885 മുതൽ 1947 വരെ, അതായത് ഇന്ത്യയുടെ ആ ഒരു സ്വാതന്ത്ര്യ ആ ഒരു കാലഘട്ടത്ത് ഇന്ത്യയിൽ നടന്ന എല്ലാ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്കും നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു ദേശീയ സംഘടന, ആ സംഘടനയുടെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. 85 to 47 സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച സംഘടന, ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് രൂപീകൃതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് രൂപീകൃതമായത്. 1885 ഡിസംബർ 28. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ഏത്, സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഈ സേഫ്റ്റി വാൽവ് തിയറി പറയുന്ന, മലയാളത്തിൽ പറയുന്നതാണ് എന്ത്, സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു PSC ഒത്തിരി തവണ ചോദിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം ഏതാണെന്ന് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. അതാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം അല്ലെങ്കിൽ സേഫ്റ്റി വാൽവ് തിയറി. ഈ ഒരു തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് PSCയുടെ ഉത്തര സൂചിക പ്രകാരം കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ് ആണ്. പക്ഷേ ലാലാ ലജ്പത് റായ് എന്ന് പറയുന്ന ആ ഒരു ഉത്തരം നമ്മുടെ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം ഏതിലേക്ക് പോവുക, വില്യം വെഡർബൻ എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതാണ് ആരെന്ന് പറയുന്നത്, അതാണ് നമ്മുടെ ആര്, വില്യം വെഡർബൻ. അതില്ലെങ്കിൽ അല്ലെങ്കിൽ ലാലാ ലജ്പത് റായ്, അതില്ലെങ്കിൽ വില്യം വെഡർബൻ, അല്ലെങ്കിൽ വില്യം വെഡർബൻ ഇല്ലെങ്കിൽ ലാലാ ലജ്പത് റായ്. പക്ഷെ PSCയുടെ ഉത്തരസൂചിക പ്രകാരം അവർ കൊടുത്തിരിക്കുന്നത്
ലാല ലജ്പത് റായ്, പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തമായ സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവ് ആരാണ്? ഏവോ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഏവോ ഹ്യൂം. അലൻ ഒക്ടോവിയൽ ഹ്യൂമാണ് എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അലൻ ഒക്ടോവിയൽ ഹ്യൂം അല്ലെങ്കിൽ ഏവോ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി അതും ആര് തന്നെയാ? ഏവോ ഹ്യൂം തന്നെയാണ്. അപ്പോൾ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഏവോ ഹ്യൂമാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അതും ഏവോ ഹ്യൂമാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതിന്റെ ഉത്തരവും ആര് തന്നെയാ? ഏവോ ഹ്യൂമാണ്. ഈ ഏവോ ഹ്യൂമിന്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂർണ്ണ നാമമാണ് അലൻ ഒക്ടോവിയൽ ഹ്യൂം. അതാണ് ഏവോ ഹ്യൂമിന്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത്, അലൻ ഒക്ടോവിയൽ ഹ്യൂം. PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഈ അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്ന് പറയുന്ന വ്യക്തി ഏത് രാജ്യക്കാരനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏത് രാജ്യക്കാരനാ? അലൻ ഒക്ടോവിയൽ ഹ്യൂം സ്കോട്ട്ലൻഡുകാരനാണ് അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഏവോ ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ഏവോ ഹ്യൂമാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഏവോ ഹ്യൂമാണ്. ഇനി ഏവോ ഹ്യൂം എന്ന് പറയുന്ന അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്ന് പറയുന്ന വ്യക്തി ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള വ്യക്തിയാണ് ഏവോ ഹ്യൂം. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്നുള്ളതും നമുക്ക് പഠിക്കാനുണ്ട്. വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതുമാണ്. INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അതാണ് WC ബാനർജി. ആരാണ്? WC ബാനർജി. ഉമേഷ് ചന്ദ്ര ബാനർജി എന്ന് പറയുന്ന ആളാണ് INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇത്രേ കാര്യം വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ്, സ്ഥാപകൻ, സെക്രട്ടറി ഏവോ ഹ്യൂം. അതേപോലെ തന്നെ ഏവോ ഹ്യൂം ഏത് രാജ്യക്കാരനാ? സ്കോട്ട്ലൻഡുകാരനാണ്. INCയുടെ ആദ്യ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് WC ബാനർജിയാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമമാണ് ഉമേഷ് ചന്ദ്ര ബാനർജി. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗ പ്രസംഗത്തില് പറഞ്ഞ കാര്യമാണിത്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ഉമേഷ് ചന്ദ്ര ബാനർജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ആരാണ്? WC ബാനർജിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം 6ഓളം പോയിന്റ് ആണ് പറഞ്ഞത്. 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഏത്? സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ആരാണ്? ആദ്യത്തെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏവോ ഹ്യൂം. അതേപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ഏവോ ഹ്യൂമാണ്. അതേപോലെ INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ WC ബാനർജിയാണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതും ആര് തന്നെയാ? WC ബാനർജിയാണ്. 6 പോയിന്റ്സും വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പോയിന്റ്സിലേക്ക് പോവാം. ഓക്കെ,
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യം തന്നെ എന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലല്ല അറിയപ്പെട്ടത്, അത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ്. അത് 1884 വരെയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി. 1885 ഡിസംബർ 28-നാണ് എന്തായത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയത്. അങ്ങനെയാണ് ഈ മക്കളെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതേപോലെ തന്നെ എന്താണ്, അതിക്ക് മുന്നേ ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിൽ അറിയപ്പെട്ടു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? മീൻസ് ആ ഒരു നെയിമിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. അതായത് എന്താണ്, മറ്റേത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി, ഇത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായി. അതായത് യൂണിയൻ ഇങ്ങോട്ടേക്ക് മാറ്റി അതെന്തായി മാറി, കോൺഗ്രസ് എന്ന വേർഡ് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു, കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്ന പദം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? അതായത് ഏത് രാജ്യത്ത് നിന്നാണ് കോൺഗ്രസ് എന്ന പദം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്നാണ് കോൺഗ്രസ് എന്ന പദം കൊണ്ടുവന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് വന്നു. അതുവരെയും ഏത് പേരിലാണ് അറിയപ്പെട്ടത്, ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ്. അത് 1884 വരെയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ 1885 ഡിസംബർ 28-നാണ് എന്ത്, ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലേക്ക് വന്നത്. അടുത്ത പോയിന്റ് അതാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജി. അപ്പോൾ കോൺഗ്രസ് എന്ന പദമാണ് പിന്നീട് എന്ത് വന്നത്, യൂണിയൻ എന്ന പദത്തിന് പകരമായിട്ട് വന്നത് കോൺഗ്രസ് എന്ന പദമാണ്. അപ്പോൾ കോൺഗ്രസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അസംബ്ലി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ജനങ്ങളുടെ സഭ എന്നതാണ് കോൺഗ്രസ് എന്ന പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് എന്ത്, ജനങ്ങളുടെ സഭ അല്ലെങ്കിൽ എന്താണ്, അസംബ്ലി ഓഫ് പീപ്പിൾ. കോൺഗ്രസ് എന്ന പദം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നുമാണ് കടം കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയിൽ നിന്നാണ് ഏത്, കോൺഗ്രസ് എന്ന പദം കടം കൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ആദ്യകാലത്ത് യൂണിയൻ എന്ന പേരിൽ അറിയപ്പെട്ടു, പിന്നീട് എന്തായി മാറി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലേക്ക് മാറി. അത് 1885 ഡിസംബർ 28-ന്. അങ്ങനെ ആ പേര് നിർദ്ദേശിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ് എന്ത് ചെയ്തത്, ആ പേര് നിർദ്ദേശിച്ചത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാദാഭായ് നവറോജിയാണ്. അതേപോലെ തന്നെ ബ്രെയിൻ തിയറി എന്ന് പറയുന്ന തിയറി ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്, ഈ പറയുന്ന ദാദാഭായ് നവറോജിയാണ്. അതേപോലെ തന്നെ എന്താണ്, ദാദാഭായ് നവറോജിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക്, PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഹൂ റോട്ട് ദ ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് ആരാണ് എഴുതിയതെന്ന്. അത് ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ആര് തന്നെയാണ്, ദാദാഭായ് നവറോജി എന്ന് പറയുന്ന ആള് തന്നെയാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത്, അത് ബോംബെയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോംബെയിലാണ്. നമുക്കറിയാം ബോംബെയില് ആ ഒരു കോളേജ് എപ്പോഴും സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ബോംബെ ആണ്. ബോംബെയിലെ ഏത് സ്ഥലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജാണ്. അപ്പോൾ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വച്ചാണ് എന്ത്, ഇന്ത്യയുടെ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. വളരെ വ്യക്തമാണെന്ന് കരുതുന്നു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് വേദിയാകാൻ തീരുമാനിച്ച നഗരം എന്ന് പറയുന്നത് ഇതായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യം വേദിയാകാൻ തീരുമാനിച്ചത് പൂനെ ആയിരുന്നു. പിന്നീട് അവിടെ പ്ലേഗ് വന്നതിനെ തുടർന്നാണ് എങ്ങോട്ടേക്ക് മാറ്റുന്നത്, ഈ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയാക്കാൻ തീരുമാനിച്ച അല്ലെങ്കിൽ വേദിയായി തീരുമാനിച്ചത്
പൂനെ ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി ഏതാ ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധിയാണ് മക്കളെ പ്ലേഗ്. ഓക്കെ, അപ്പോൾ പ്ലേഗ് എന്ന് പറയുന്ന മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നതിനെ തുടർന്നാണ് എങ്ങോട്ടേക്ക് പൂനെയിൽ നിന്ന് ആ ഒരു സമ്മേളനം മാറ്റി എങ്ങോട്ടേക്ക് മാറ്റിയത്, ഈ പറയുന്ന നമ്മുടെ ബോംബെയിലേക്ക് മാറ്റിയത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 54 സമ്മേളനങ്ങളാണ് മൊത്തം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. ഒരു സമ്മേളനത്തിന്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ദിവസമാണ് ഒരു സമ്മേളനത്തിന്റെ കാലാവധി. ഓർത്തു വെച്ചോ, നമ്മൾ ആ സമ്മേളനത്തിന്റെ സമയത്ത് എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് പഠിച്ചു പോകുന്നുണ്ട്. ഇത്രയും കാര്യം നോക്കിയാണല്ലോ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ, അതാണ് എത്ര, 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 72 പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ. 72 പേരാണ്. ഓക്കെ, അപ്പോൾ 72 പേര് അടങ്ങുന്ന ആളുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടേക്ക് വന്നത്, ഈ പറയുന്ന ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലേക്ക് വന്നത്. 72 എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതായത് എന്താണ്, രാഷ്ട്രപതിയുടെ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ, അതാണ് 72 എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നമ്മൾ പഠിക്കുന്ന കാര്യമാണല്ലോ, അതുകൊണ്ട്. ഓക്കെ, ഇനി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാ ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി പല എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ചോദ്യം. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാന്നുള്ളത്, അതാണ് ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി, ബാരിസ്റ്റർ GP പിള്ള. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വർഷം എപ്പോഴും ചോദിക്കണേ. INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1889 INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചത്. 1889. ഇനി 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി രൂപീകരിച്ച ഒരു സംഘടനയുണ്ടായിരുന്നു. ആകെ ഒറ്റ ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നതിന് എതിരായിട്ട് പ്രവർത്തിച്ച ഒരു സംഘടന എന്ന് പറയുന്നത്. ആ സംഘടനയുടെ പേരായിരുന്നു യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന മാത്രമാണ് INCക്ക് എതിരായിട്ട് ഉയർന്നു വന്ന ഏക സംഘടന എന്ന് പറയുന്നത് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഈ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ആരുടെ സംഘടനയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ സംഘടനയാ? അത് ഡോക്ടർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, അപ്പോൾ ഡോക്ടർ സയ്യിദ് അഹമ്മദ് ഖാന്റെ സംഘടനയുടെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിരായിട്ട് രൂപീകരിച്ച ഒരു സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഈ സംഘടനയുടെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഓക്കെ, ഡോക്ടർ സയ്യിദ് അഹമ്മദ് ഖാന്റെ സംഘടനയായിരുന്നു യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഇനി ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ നമ്മൾ പറഞ്ഞു, INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകൃതമായി. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷനാണ് വില്യം വെഡർബൻ. ആരാണ്? വില്യം വെഡർബൻ ആണ്. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസികയുടെ പേര് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ഇന്ത്യ എന്നതാണ് ഔദ്യോഗിക മാസികയുടെ പേരെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ വില്യം വെഡർബൻ. വില്യം വെഡർബൻ ആണ് ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസിക ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. ഇനി 1888 ഇംഗ്ലണ്ടിൽ INCയുടെ ശാഖ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ഡഗ്ബി ആണ്. ഓക്കെ, അപ്പോൾ 1888 ഇംഗ്ലണ്ടിൽ INCയുടെ ശാഖ ശാഖ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വില്യം ഡഗ്ബി ആണ്. വില്യം
ഡഗ്ബി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയുന്നത് ബേസിൽ. അപ്പോൾ ഇത്രയും, അതായത് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി നമ്മുടെ ബാരിസ്റ്റർ GP പിള്ളയാണ്. എപ്പോഴും ഇതിൻ്റെ അകത്ത് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യം മലയാളി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആക്രാന്തം മൂത്ത് എന്ത് ചെയ്യും, നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ഒരാളെ കുറിച്ച് നമുക്കറിയാം. 1897 അമരാവതി സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്ന, അമരാവതി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള, അതായത് ആദ്യത്തെ INCയുടെ മലയാളി പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ചേറ്റൂർ ശങ്കരൻ നായർ. പക്ഷേ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നൊരു ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ബാരിസ്റ്റർ GP പിള്ളയാണ്. തെറ്റിപ്പോവരുത്, കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. നമ്മൾ രാവിലെ നടക്കുന്ന എല്ലാ ദിവസങ്ങളും നമ്മൾ SCRT കണ്ടന്റുകൾ ബേസ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ഷോർട്സ് ഉണ്ട്. ആ ഷോർട്സിലെല്ലാം നമ്മൾ എന്താണ്, ഇങ്ങനത്തെ കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിത് പറഞ്ഞേക്കുന്നതാണ്, ഓർത്തു വയ്ക്കുക. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള. കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി പ്രസിഡന്റ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത് ചേറ്റൂർ ശങ്കരൻ നായർ. ഇനി INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വർഷം എന്നാ ചോദിച്ചാൽ, INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ച വർഷം 1889. ഓക്കെ, അപ്പൊ INCയുടെ ബ്രിട്ടീഷ് കമ്മിറ്റി 1889. ഇനി 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി രൂപീകരിച്ച സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. അത് ഡോക്ടർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് വില്യം വെഡർബൻ ആണ്. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസിക ഇന്ത്യയാണ്. അതേപോലെ 1888 ഇംഗ്ലണ്ടിൽ INCയുടെ ശാഖ ആരംഭിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്, വില്യം ഡഗ്ബി ആണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. INCയുടെ സമ്മേളനത്തിന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നേരെ സമ്മേളനങ്ങളും അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കേണ്ടത്. INCയുടെ സമ്മേളനത്തിന് ഡൽഹി ആദ്യമായി വേദിയായത് ഏതു വർഷമാണ്? ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. INCയുടെ സമ്മേളനത്തിന് ഡൽഹി ആദ്യമായി വേദിയായത് 1918 ഡൽഹി ആദ്യമായിട്ട് വേദിയാകുന്നത്. ഓക്കെ, അപ്പോൾ INC സമ്മേളനത്തിന് ഡൽഹി ആദ്യമായി വേദിയായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് 1918. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദുസ്ഥാനി തിരഞ്ഞെടുത്ത സമ്മേളനം. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദുസ്ഥാനി തിരഞ്ഞെടുത്ത സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അതാണ് 1925 കാൺപൂർ സമ്മേളനം. നമുക്കറിയാം സരോജിനി നായിഡു അധ്യക്ഷനായിട്ടുള്ള സമ്മേളനമാണ് 1925 കാൺപൂർ സമ്മേളനം. ആ ഒരു സമ്മേളനത്തിനാണ് ഹിന്ദുസ്ഥാനി തിരഞ്ഞെടുത്ത സമ്മേളനം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് വരെയും INCയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് തിരഞ്ഞെടുത്തില്ലായിരുന്നു. ഔദ്യോഗിക ഭാഷയായിട്ട് തിരഞ്ഞെടുക്കുകയാണ് എന്തിനെ, ഹിന്ദി. അങ്ങനെ ഹിന്ദി എന്ത് ഭാഷയായി എന്തായിട്ട് മാറി, INCയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് മാറിയത് 1925 കാൺപൂർ സമ്മേളനത്തിൽ വെച്ചാണ്. ഇനി അടുത്ത ചോദ്യം, അടുത്തടുത്ത സമ്മേളനത്തിൽ പ്രസിഡന്റായ അച്ഛനും മകനും ആരൊക്കെയാന്നുള്ളത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. 1928 1929. അതായത് അടുത്തടുത്ത സമ്മേളനത്തിൽ പ്രസിഡന്റായ അച്ഛനും മകനുമാണ് മോത്തിലാൽ നെഹ്റുവും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും. അപ്പോൾ അടുത്തടുത്ത സമ്മേളനങ്ങളിൽ എന്താണ് പ്രസിഡന്റായ അച്ഛനും മകനും ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്, മോത്തിലാൽ നെഹ്റുവും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവാണ്. മോത്തിലാൽ നെഹ്റു 1928 ജവഹർലാൽ നെഹ്റു 1929 സമ്മേളനവും. PSC ഒത്തിരി തവണ ചോദിക്കാറുണ്ട് അടുത്തടുത്ത സമ്മേളനങ്ങളിൽ എന്താണ് പ്രസിഡന്റായ അച്ഛനും മകനും ആരാന്നുള്ളത്. മോത്തിലാൽ നെഹ്റുവും ജവഹർലാൽ നെഹ്റുവുമാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാ ചോദിച്ചാൽ ആചാര്യ JB കൃപലാനി. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാ ചോദിച്ചാൽ ആചാര്യ JB കൃപലാനി. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. അതായത് ഒരു ഡിഗ്രി ലെവൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു LDC അതേപോലെ തന്നെ LGS മുതലായ തസ്തികകളിലൊക്കെ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആചാര്യ JB കൃപലാനി. ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാർ ആകെ 2
INC സമ്മേളനങ്ങളാണ് നിരോധിച്ചിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു മൊത്തത്തിൽ 54 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള INC സമ്മേളനങ്ങളാണ് ഉള്ളതെന്ന്. അതിൻ്റെ അകത്ത് ഒരു സമ്മേളനത്തിന്റെ കാലാവധി നമ്മൾ എത്ര ദിവസമാണെന്നാണ് പറഞ്ഞത്? 3 ദിവസമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ INC സമ്മേളനം ബ്രിട്ടീഷുകാർ നിരോധിച്ചത് ആകെ 2 സമ്മേളനങ്ങൾ മാത്രമാണ്. ഒന്ന് 1932 ഡൽഹിയും രണ്ടാമത്തത് 1933 കൽക്കത്ത. അപ്പോൾ 1932 ഡൽഹി, 1933 കൽക്കത്ത, ഈ 2 സമ്മേളനങ്ങളാണ് നിലവിൽ ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. 1932 1933. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ജവഹർലാൽ നെഹ്റു ആണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്? മൗലാന അബ്ദുൽ കലാം. മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ആചാര്യ JB കൃപലാനി. ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങൾ 1932 ഡൽഹി, 1933 കൽക്കത്ത. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റി അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ, ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി. കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റാണ് രാജീവ് ഗാന്ധി. അപ്പോൾ കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അപ്പോൾ കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാ? രാജീവ് ഗാന്ധിയാണ്. 1985. അപ്പോൾ ഇന്ത്യ, അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത, ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഇന്ദിരാഗാന്ധി. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഇന്ദിരാഗാന്ധിയും കോൺഗ്രസിന്റെ ശതാബ്ദി സമ്മേളനത്തിൽ അധ്യക്ഷനായ പ്രസിഡന്റാണ് രാജീവ് ഗാന്ധി. 1985. നമുക്കറിയാം 1885 ഡിസംബർ 28 രൂപീകൃതമായതെന്നുള്ളത്. രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് 2017 ഡിസംബർ 16 രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. അപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് 2017 ഡിസംബർ 16. AICയുടെ 87ാമത്തെ പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയത് എന്നാണ്? 2017 ഡിസംബർ 16. എത്രാമത്തെയാണ്? 87ാമത്തെ പ്രസിഡന്റ് ആണ്. ഓക്കെ, കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് അപ്പോൾ എന്താണ്? കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ 1907 സൂററ്റ് സ്പ്ലിറ്റിനെയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണ്. കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ 1907 സൂററ്റ് സ്പ്ലിറ്റിനെയാണ് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇത്. കാരണം PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ സിമ്പിളാണ്, പക്ഷേ എന്താണ്? കൺഫ്യൂസിങ് ആണ്. കാരണം ഇതിൻ്റെ ഓപ്ഷൻസ് വേറെയൊക്കെ വന്നു കഴിയുമ്പോൾ, ഡൽഹിയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ കൊൽക്കത്ത എന്ന് പറയുന്ന സംഭവം അങ്ങോട്ട് എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് കൺഫ്യൂസിങ് ആയി പോകും. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായത്
കൊൽക്കത്ത. അപ്പൊ സ്വാതന്ത്ര്യത്തിന് മുൻപ് കൊൽക്കത്തയും അതേപോലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് ഡൽഹിയാണ്. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായത് കൊൽക്കത്തയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൽഹിയാണ്. ഇനി INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തിയാണ് MA അൻസാരി. അപ്പോൾ INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് MA അൻസാരിയാണ്. ഓക്കെ, അപ്പോൾ ആരാണ്? INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏക വ്യക്തി ആരാണ്? MA അൻസാരി. MA അൻസാരി. അപ്പോൾ INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. അപ്പോൾ ക്ലിയർ കട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളും അതേപോലെ നമുക്ക് എന്താണ് കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ അത് ഒന്നുകൂടി ഞാൻ പറയാം. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായ നഗരം സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏതാണ്? കൊൽക്കത്തയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ്. ഇനി സ്വാതന്ത്ര്യത്തിനു ശേഷമാണെങ്കിലോ സമ്മേളനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദിയായത് ഡൽഹിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഡൽഹി. ഇനി INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് MA അൻസാരി. ഇനി INCയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവ്യ. ഇനി എക്സ്ട്രാ മാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പറയുന്നത്. അതായത് എന്തൊക്കെയാണ്? അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരാന്നുള്ളത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഡഫറിൻ പ്രഭു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ അന്ന് നമുക്കറിയാം, അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങളും അതേപോലെ തന്നെ എന്താണ് ഹിന്ദുക്കളും എല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് അന്ന് മുസ്ലിംസൊക്കെ ഈ എന്താ പറയുക ആഘോഷങ്ങളിലൊക്കെ ഡപ്പ് കൊട്ട് പാട്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡപ്പ് എന്ന് പറയുന്ന ഡപ്പ് കൊട്ടിയാണ് ആരെ എതിരേറ്റത്? 1885 ഡഫറിൻ പ്രഭുവിനെ എതിരേറ്റത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്? ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ. ഡപ്പ് കൊട്ടിയാണ് ഡഫറിൻ പ്രഭുവിനെ INCയുടെ സമയത്ത് എതിരേറ്റത് എന്നോർത്ത് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ഡപ്പ് കൊട്ടി ഡഫറിൻ പ്രഭുവിനെ INC എന്ത് ചെയ്തു? ഏറ്റെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ്. അപ്പോൾ ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ്. ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്ന സമയത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരാന്ന് ചോദിച്ചാൽ മക്കളെ ഒന്നും നോക്കണ്ട, ഡഫറിൻ പ്രഭു. ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്? ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ. ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോയാലോ? ഓക്കെ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ ഒരു സമയത്ത് ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരന്മാർ എന്നറിയപ്പെടുന്ന ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതായത് INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ ആരാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ പട്ടാഭി സീതാരാമയ്യാണ് INCയുടെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്ക് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, പക്ഷെ ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് ആരാന്നുള്ളത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. അന്ന് അത് ഭയങ്കര റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പൊ ഇതൊക്കെ ട്രെൻഡ് നഷ്ടപ്പെട്ടതോടുകൂടി ഇതൊക്കെ എല്ലാവരും പഠിച്ചതിന് ശേഷം ഇപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യ.
ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ ആരായിരുന്നു ശരിക്കും? INCയുടെ ഔദ്യോഗിക ചരിത്രകാരനാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന പട്ടാഭി സീതാരാമയ്യ. INCയുടെ ഔദ്യോഗിക ചരിത്രകാരനാണ് പട്ടാഭി സീതാരാമയ്യ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം എഴുതിയത് പട്ടാഭി സീതാരാമയ്യ. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമുഖം എഴുതിയത് ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഔദ്യോഗിക ചരിത്രകാരൻ പട്ടാഭി സീതാരാമയ്യ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതേപോലെ തന്നെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്? അതിനിൽ ആമുഖം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്ത് ചെയ്തത്? ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് ആമുഖം എഴുതിയത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി കോൺഗ്രസിലെ നമുക്ക് എന്താണ് നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം, അതായത് നമുക്കറിയാം കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണെന്നുള്ളത് അത് ചെന്നൈ ആണ്. ഓക്കെ, അപ്പൊ ചെന്നൈയിലാണ് ദക്ഷിണേന്ത്യൻ നഗരം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോട്ടോ. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചാൽ അതാണ് എന്തെന്ന് പറയുന്നത്? ചെന്നൈ ആണ്. ഓക്കെ, അപ്പോൾ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈ ആണ്. നമുക്കറിയാം ഒത്തിരി തവണ PSC ചോദിച്ചേക്കണമാണ് കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചാൽ അത് ചെന്നൈ ആണ്. INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് കാദംബിനി ഗാംഗുലിയാണ്. കാരണം ഭയങ്കര ചൂടാണ് ഇത് ചെയ്യുമ്പോഴേ, അതുകൊണ്ട് വേർത്താകെ അത്രത്തോളം ചൂടാണ് ഇവിടെ. ഓക്കെ INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത. അപ്പോൾ ആദ്യ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ വനിത ആരാണ്? കാദംബിനി ഗാംഗുലിയാണ്. കോൺഗ്രസ് സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? അതാണ് ചെന്നൈ എന്ന് പറയുന്നത്. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിതയാണ് പണ്ഡിത രമാഭായ്. ആരാണ്? പണ്ഡിത രമാഭായ്. അപ്പോൾ INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിതയാണ് പണ്ഡിത രമാഭായ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദളിത് വംശജനാണ് D സഞ്ജീവയ്യ. ഓക്കെ, അപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദളിത് വംശജനാണ് D സഞ്ജീവയ്യ. തുടർച്ചയായ രണ്ട് സമ്മേളനത്തിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ഘോഷാണ്. നമുക്കറിയാം 1907, 1908, അതായത് തുടർച്ചയായ രണ്ട് സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ്. ഓക്കെ, അതാരാന്ന് ചോദിച്ചാൽ ആരാ? റാഷ് ബിഹാരി ഘോഷാണ്. 1907ഉം 1908ഉം. ഓക്കെ, അപ്പോൾ തുടർച്ചയായ രണ്ട് സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ഘോഷാണ്. 1907, 1908. ഇനി കോൺഗ്രസിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഹക്കീം അജ്മൽ ഖാൻ ആണ്. അപ്പോൾ ഹക്കീം അജ്മൽ ഖാൻ ആണ് കോൺഗ്രസിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്. ഹക്കീം അജ്മൽ ഖാൻ. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആണ് സീതാറാം കേസരി. ഓക്കെ, അപ്പോൾ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അതാണ് സീതാറാം കേസരി. അപ്പോൾ സീതാറാം കേസരിയാണ് പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ചെന്നൈ ആണ്. INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ആരാന്ന് ചോദിച്ചാൽ കാദംബിനി ഗാംഗുലിയാണ്. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത ചോദിച്ചാൽ പണ്ഡിത രമാഭായി ആണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദളിത് വംശജൻ ആരാന്ന് ചോദിച്ചാൽ D സഞ്ജീവയ്യ. തുടർച്ചയായ രണ്ട് സമ്മേളനത്തിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റ് ആണ് റാഷ് ബിഹാരി ഘോഷ്. 1907, 1908. ഇനി കോൺഗ്രസ് ആദ്യത്തെ പ്രസിഡന്റ്, അതായത് ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാൻ. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് ആണ് സീതാറാം കേസരി. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ടോപ്പിലേക്ക് പോകാം. INCയുടെ വിശേഷണങ്ങൾ. ഒത്തിരി തവണ PSC ചോദിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശേഷണങ്ങളാണ് ഈ പറയുന്നത്. ഏകദേശം 12ഓളം വിശേഷണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, INCയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ. അപ്പോൾ ആദ്യം മുതൽ നമുക്ക് പഠിച്ചു പോകാം. ഒന്നാമത്തെ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് INCയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അതാണ്
ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് INC വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ ഒന്നാമത്തെ വിശേഷണമാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് INC വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി, രണ്ടാമത്തെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭു. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു ആണ്. അപ്പോൾ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? കഴ്സൺ പ്രഭു ആണ്. അപ്പോൾ കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് മക്കളെ? കഴ്സൺ പ്രഭു ആണ്. ഇനി INCയുടെ സമ്മേളനത്തെ 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. റിപ്പീറ്റഡ് ദ ക്വസ്റ്റ്യൻ. അതായത് INCയുടെ സമ്മേളനത്തെ 3 ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആ സമ്മേളനമാണ് അമരാവതി സമ്മേളനം. 1897 അമരാവതി സമ്മേളനത്തിലാണ് അങ്ങനെ പറഞ്ഞത്. ഇത് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AK ദത്തയാണ്, അശ്വിൻ കുമാർ ദത്ത. ഓക്കെ, അപ്പോൾ AK ദത്ത എന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമമാണ്. എന്തെന്ന് പറയുന്നത്? അശ്വിൻ കുമാർ ദത്ത. അപ്പോൾ INCയുടെ സമ്മേളനത്തെ 3 ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് AK ദത്തയാണ്. നമ്മൾ 4ലാണ് പറഞ്ഞത്. ഒന്നാമത്തെയാണ് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. രണ്ടാമത്തെയാണ് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡഫറിൻ പ്രഭു. മൂന്നാമത്തെയാണ് കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കഴ്സൺ പ്രഭു ആണ്. 3 ദിവസത്തെ തമാശ എന്ന് വിശേഷിപ്പിച്ചത് ഏത് സമ്മേളനത്തെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമരാവതി സമ്മേളനം. 1897 INCയുടെ പ്രസിഡന്റായ ആദ്യ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. അമരാവതി സമ്മേളനം. അപ്പോൾ അതിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് അശ്വിൻ കുമാർ ദത്ത അല്ലെങ്കിൽ AK ദത്ത. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത വിശേഷണത്തിലേക്ക് പോവാം. യാചകരുടെ സംഘടന എന്ന് INC വിശേഷിപ്പിച്ചു. യാചകരുടെ സംഘടന എന്ന് INC വിശേഷിപ്പിച്ചത് അരവിന്ദ ഘോഷാണ്. ഓക്കെ, അപ്പോൾ യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അരവിന്ദ ഘോഷാണ് യാചകരുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത്. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം INCയുടെ സമ്മേളനമൊക്കെ വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വർഷത്തിലൊരിക്കൽ നടന്നു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? വരുന്നു, സമ്മേളനത്തിൽ പങ്കെടുത്ത് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, അത് പാസ്സാക്കുന്നു, നേരെ എണീറ്റ് പോകുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ബാലഗംഗാധര തിലകിനെ പോലെയുള്ള എക്സ്ട്രീമിസ്റ്റുകൾ അവരാണ് എന്ത് ചെയ്തത്? അതായത് വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് അല്ലെങ്കിൽ യാചിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം കരസ്ഥമാക്കണം. അതിനുള്ള നടപടികളാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞ് മുൻനിരയിലേക്ക് വന്ന ഒരാളാണ് ബാലഗംഗാധര തിലക്. ഇനി അവധിക്കാല വിനോദ പരിപാടി എന്ന് പറഞ്ഞ അദ്ദേഹം ഇതിനെ വെറുതെ പുച്ഛിച്ചു കളഞ്ഞു. ഓക്കെ, അപ്പോൾ അവധിക്കാല വിനോദ പരിപാടി എന്ന് INC സമ്മേളനത്തെ വിശേഷിപ്പിച്ചത് അതും ബാലഗംഗാധര തിലകാണ്. പ്ലേയിങ് വിത്ത് ബബിൾസ് BB എന്ന് ഓർത്താൽ മതി, ബിപിൻ ചന്ദ്രപാൽ. അപ്പോൾ പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് വിളിച്ചത് ആരാന്ന് ചോദിച്ചാൽ ബിപിൻ ചന്ദ്രപാലാണ് പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തത് നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടതാണ് INC എന്ന് നമുക്കറിയാം. ഈ പറഞ്ഞ വ്യക്തിനെ നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ കണ്ടതാണ് നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടത്. ആരാണ് ഈ വ്യക്തി? പട്ടാഭി സീതാരാമയ്യ. INCയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ആര്? പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്ന ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് തന്നെ പറയണം കേട്ടോ, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നിഗൂഢതയിൽ നിന്ന് രൂപം കൊണ്ടത് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാ? ഈ പട്ടാഭി സീതാരാമയ്യാണ്. INCയുടെ ഔദ്യോഗിക ചരിത്രകാരനാണ്. അതേപോലെ തന്നെ എന്താണ് എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകം അത് എഴുതിയതും ആര് തന്നെയാ? പട്ടാഭി സീതാരാമയ്യ. ഇനി പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ടതാണെന്ന് പറഞ്ഞത് നമ്മുടെ INCയുടെ ആദ്യത്തെ
എന്താണ് ജനറൽ സെക്രട്ടറി, സ്ഥാപകൻ, പിതാവ്, സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള അലൻ ഒക്ടോവിയൽ ഹ്യൂം, അദ്ദേഹമാണ് എന്തു പറഞ്ഞത്? പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ട സംഘടനയാണ് എന്ത് INC എന്ന് പറഞ്ഞത് ഏവോ ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡെഫറിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ലാല ലജ്പത് റായ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ്, ലോർഡ് ഡഫറിന്റെ ഒരു ബുദ്ധിയാണ് ഈ INC എന്ന് പറയുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ലാല ലജ്പത് റായ്. അദ്ദേഹം നമുക്കറിയാം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നത് ലാല ലജ്പത് റായ് ആണ്. അദ്ദേഹമായിരുന്നു സേഫ്റ്റി വാൽവ് തിയറിയുടെ ഉപജ്ഞാതാവ് എന്ന് PSCയുടെ ഉത്തരസൂചിക പ്രകാരം പറഞ്ഞത് ലാല ലജ്പത് റായിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. രാജ്യദ്രോഹികളുടെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ എന്താണ് വിളിച്ച സംഘടന? ഓക്കെ, അപ്പോൾ രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചത് ഏത് സംഘടനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് രാജ്യദ്രോഹികളുടെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്. അപ്പോൾ രാജ്യദ്രോഹികളുടെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വിളിച്ച ആ സംഘടനയുടെ പേരായിരുന്നു എന്തെന്ന് പറയുന്നത്? INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ വിശേഷണങ്ങൾ വളരെ വ്യക്തമായെന്ന് കരുതുന്നു. പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി എടുത്തു പറയാം, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൻ്റെ റിവിഷൻസ് കിട്ടാത്തവർക്ക് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തമായിട്ട് നിങ്ങൾക്ക് ആ കണ്ടന്റ് കിട്ടിക്കോട്ടെ. അതിൻ്റെ എക്സാംസ് കൂടി നമ്മൾ PY കൂടി ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കേണ്ട പോലും കാര്യമില്ല. അത്രത്തോളം കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് ഒരു പെയ്ഡ് കോഴ്സിലുള്ളതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്, അത്ര ഗംഭീരമായിട്ട്. ഓക്കെ, അപ്പം മൊത്തമായിട്ട് അത് കാണാനായിട്ട് ശ്രമിക്കുക, വില കുറച്ച് കാണരുത്. അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന ജവഹർലാൽ നെഹ്റു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഡഫറിൻ പ്രഭു. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കേഴ്സൺ പ്രഭു. 3 ദിവസത്തെ തമാശ എന്ന അമരാവതി സമ്മേളനം 1897 ആരായിരുന്നു? ചേറ്റൂർ ശങ്കരൻ നായർ. ആരാ അങ്ങനെ വിശേഷിപ്പിച്ചത്? അശ്വിൻ കുമാർ ദത്ത അല്ലെങ്കിൽ AK ദത്ത. ഇനി യാചകരുടെ സംഘടന അരവിന്ദ ഘോഷ്. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല ബാലഗംഗാധര തിലക്. അവധിക്കാല വിനോദ പരിപാടി ബാലഗംഗാധര തിലക്. പ്ലേയിങ് വിത്ത് ബബിൾസ് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിപിൻ ചന്ദ്രപാല്. നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടത് പട്ടാഭി സീതാരാമയ്യ. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ടത് ഏവോ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ലാല ലജ്പത് റായ്. രാജ്യദ്രോഹികളുടെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഏത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും പഠിച്ചതിന് ശേഷം ഇനി നമുക്ക് ഏകദേശം 54ഓളം പ്രധാനപ്പെട്ട സമ്മേളനങ്ങളുണ്ട്. ആ സമ്മേളനങ്ങളും അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസുകളും അതിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ 1885 മുതൽ 47 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ നേതൃത്വപരമായ പങ്കുവഹിച്ച സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രൂപീകൃതമായത് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രമുഖ സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം, അതർവൈസ് നോൺ ആസ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം. ഇതിന്റെ ഉപജ്ഞാതാവ് നമ്മൾ പറഞ്ഞു ആരാണ്? ലാലാ ലജ്പത് റായും അതേപോലെ തന്നെ വില്യം വെഡർബൻ. PSCയുടെ ഉത്തരസൂചിക പ്രകാരം ലാലാ ലജ്പത് റായ്, അതില്ലെങ്കിൽ മാത്രം എങ്ങോട്ടേക്ക് പോവുക? വില്യം വെഡർബനിലേക്ക് പോവുക. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഏവോ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ഏവോ ഹ്യൂം. INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ WC ബാനർജി. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ആദ്യത്തെ നമ്മുടെ ആരാണ്? പ്രസിഡന്റ് ആയിട്ടുള്ള WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യ കാലഘട്ടത്തിൽ 84 വരെയും ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിൽ. പിന്നീട് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത്. ആദ്യ സമ്മേളനം ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് എവിടെയാണ്? ബോംബെയിൽ വെച്ചാണ് നടന്നത്. അടുത്തത് പൂനെയിലായിരുന്നു നടത്താൻ ഉദ്ദേശിച്ചത്. പ്ലേഗ് കാരണമാണ് എങ്ങോട്ടേക്ക് മാറ്റിയത്? ബോംബെയിലേക്ക് മാറ്റിയത്. ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ 72 പേരായിരുന്നു. മലയാളി ബാരിസ്റ്റർ GP പിള്ള,
ബ്രിട്ടീഷ് കമ്മിറ്റി ഇംഗ്ലണ്ടിൽ രൂപീകരിച്ചത് 1889. അതേപോലെ INCക്ക് എതിരായിട്ട് വന്ന സംഘടനയാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ സയ്യിദ് അഹമ്മദ് ഖാന്റെ സംഘടനയാണ്. ഇനി ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ അധ്യക്ഷനാരായിരുന്നു എന്ന് ചോദിച്ചാൽ വില്യം വെഡർബൻ. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ഔദ്യോഗിക മാസിക ഇന്ത്യ. 1888 ഇംഗ്ലീഷിൽ INCയുടെ ശാഖ, ഇംഗ്ലണ്ടിൽ INCയുടെ ശാഖ എന്നാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, സ്പെല്ലിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. നമ്മൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എല്ലാവരും ക്ഷമിക്കുക. 1858 ഇംഗ്ലണ്ടിൽ INCയുടെ ശാഖ ആരംഭിച്ചത് വില്യം വെഡർബൻ ആണ്. ഇനി കോൺഗ്രസ് ആദ്യമായി ഒരു ഭരണഘടന തയ്യാറാക്കിയ സമ്മേളനം 1908 മദ്രാസ് സമ്മേളനം. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആനന്ദ മോഹൻ ബോസ്. 1908 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാന്ന് ചോദിച്ചാൽ റാഷ് ബിഹാരി ഘോഷാണ്. INC സമ്മേളനത്തിന് വേദിയായത് 1918. ഔദ്യോഗിക ഭാഷ ഹിന്ദുസ്ഥാനി. 1925 കാൺപൂർ സമ്മേളനം. അടുത്തടുത്ത സമ്മേളനത്തിൽ പ്രസിഡന്റായ അച്ഛനും മകനുമാണ് മോത്തിലാൽ നെഹ്റുവും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവും. അതേപോലെ അത് സമ്മേളനങ്ങൾ വേണമെങ്കിൽ, അതായത് 1928 കൊൽക്കത്ത സമ്മേളനവും 1929 ലാഹോർ സമ്മേളനം വേണമെങ്കിൽ മതി. അടുത്തടുത്ത സമ്മേളനത്തിൽ പ്രസിഡന്റായ അച്ഛനും മകനും എന്ന് മാത്രമാണ് ചോദിക്കാറുള്ളൂ. അതാരാണ്? അത് നമ്മുടെ മോത്തിലാൽ നെഹ്റുവും അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവുമാണ്. ഓക്കെ. ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ആചാര്യ JB കൃപലാനി. ബ്രിട്ടീഷുകാർ നിരോധിച്ച INC സമ്മേളനങ്ങൾ 1932 ഡൽഹി, 1935 കൽക്കത്ത. 1938 INC നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ആരെന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായത് കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനത്തിൽ പ്രസിഡന്റായ വ്യക്തി ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായത് ഏതാ? സ്വാതന്ത്ര്യത്തിന് മുൻപ് കൊൽക്കത്തയാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഡൽഹി. INCയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റായ ഏക വ്യക്തി MA അൻസാരി. INCയുടെ ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റായ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ മദൻ മോഹൻ മാളവ്യ. ഇനി ആ സമയത്ത് ആരായിരുന്നു നമ്മുടെ ഇവിടുത്തെ വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡഫറിൻ പ്രഭുവും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ലോർഡ് റാൻഡോൾഫ് ചർച്ചിലാണ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഇനി ഔദ്യോഗിക ചരിത്രകാരൻ പട്ടാഭി സീതാരാമയ്യ. പുസ്തകം എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പുസ്തകത്തിന് അവതാരിക അല്ലെങ്കിൽ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാന്ന് ചോദിച്ചാൽ ചെന്നൈയാണ്. INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത ആരാന്ന് ചോദിച്ചാൽ അതാണ് കാദംബിനി ഗാംഗുലി. INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിത രമാബായി. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ദളിത് വംശജൻ D സഞ്ജീവയ്യ. തുടർച്ചയായ 2 സമ്മേളനങ്ങളിൽ അധ്യക്ഷനായ ആദ്യ പ്രസിഡന്റാണ് റാഷ് ബിഹാരി ഘോഷ്. 1907 1908. കോൺഗ്രസിന്റെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കീം അജ്മൽ ഖാൻ. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സീതാറാം കേസരി. ഇനി നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗക്കാരുടെ സംഘടന ജവഹർലാൽ നെഹ്റു. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഡഫറിൻ പ്രഭു. കോൺഗ്രസിന്റെ സമാധാനപരമായ അന്ത്യമാണ് എൻ്റെ ലക്ഷ്യം കഴ്സൺ പ്രഭു. 3 ദിവസത്തെ തമാശ അമരാവതി സമ്മേളനം 1897. അത് വിശേഷിപ്പിച്ചത് AK ദത്ത. യാചകരുടെ സംഘടന അരബിന്ദ ഘോഷ്. വർഷത്തിലൊരിക്കൽ തവളകളെ പോലെ കരഞ്ഞിട്ട് കാര്യമില്ല ബാലഗംഗാധര തിലക്. അവധിക്കാല വിനോദ പരിപാടി ബാലഗംഗാധര തിലക്. പ്രേം വിത്ത് ബബിൾ ബിപിൻ ചന്ദ്രപാൽ. നിഗൂഢതയിൽ നിന്നും രൂപം കൊണ്ടത് പട്ടാഭി സീതാരാമയ്യ. പ്രഗത്ഭരായ ഇന്ത്യക്കാരുടെ പരിശ്രമത്തിൽ നിന്നും രൂപം കൊണ്ടത് എവോ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോർഡ് ഡഫറിന്റെ ബുദ്ധിയാണെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. രാജ്യദ്രോഹികളുടെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയാണ്. നമുക്ക് നേരെ സമ്മേളനങ്ങളിലേക്ക് പോകാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനങ്ങളും അവരുടെ പ്രത്യേകതകളുമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നമുക്ക് ഇതിലൂടെ പഠിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 54 സമ്മേളനങ്ങളാണ് മെയിനായിട്ടുള്ളത്. 54 സമ്മേളനങ്ങൾ. ഈ 54 സമ്മേളനങ്ങളിൽ ഒരു സമ്മേളനത്തിൻ്റെ
വാലിഡിറ്റി അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതിൻ്റെ ഉത്തരമാണ് എത്ര 3 ദിവസമാണ് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിയാം ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാന്നുള്ളതും അതേപോലെ തന്നെ അത് എവിടെ വെച്ചാണ് നടന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഫസ്റ്റത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? വർഷം 1885 ബോംബെയിലാണ്. അധ്യക്ഷൻ എന്ന് പറയുന്നത് WC ബാനർജിയാണ്. പ്രത്യേകത INCയുടെ ആദ്യത്തെ സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അതാണ് 1885. പങ്കെടുത്ത അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പങ്കെടുത്ത അംഗങ്ങൾ 72 പേരാണ് പങ്കെടുത്തത്. 72. ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏവോ ഹ്യൂമാണ്. അവതരിപ്പിച്ച പ്രമേയങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. അപ്പോൾ 9 പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. INCയുടെ ആദ്യ സമ്മേളനം പങ്കെടുത്ത അംഗങ്ങൾ 72. ആദ്യ സെക്രട്ടറി ഏവോ ഹ്യൂം നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യർ ആണ്. 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് WC ബാനർജി. WC ബാനർജി 2 തവണ INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. 85-ലും 1892-ലും. അപ്പോൾ ഒന്നാമത്തെ സമ്മേളനമാണ് 1885 ബോംബെയിലാണ്. WC ബാനർജി ആദ്യ സമ്മേളനമായിരുന്നു. 72 പേര് പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി ഏവോ ഹ്യൂം. അവതരിപ്പിച്ചത് 9 പ്രമേയം. ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് G സുബ്രഹ്മണ്യ അയ്യർ. 2 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് WC ബാനർജി. 1885-ഉം 1892-ഉം. വളരെ വ്യക്തമായെന്ന് പറയുന്നു. രണ്ടാമത്തെ സമ്മേളനം ഏതാണ്? 1886 കൊൽക്കത്തയിലാണ്, പശ്ചിമ ബംഗാൾ. ഇനി ദാദാഭായ് നവറോജി INC പ്രസിഡന്റായ ആദ്യ പാഴ്സി വംശജനാണ് ആരെന്ന് പറയുന്നത്? ദാദാഭായ് നവറോജി. അപ്പോൾ 1886-ലെ സമ്മേളനം കൊൽക്കത്തയിൽ വെച്ചാണ് നടന്നത്. ദാദാഭായ് നവറോജി ആയിരുന്നു അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ സെക്രട്ടറി എന്ന് പറയുന്നത് അധ്യക്ഷനാണ് ദാദാഭായ് നവറോജി. INC പ്രസിഡന്റായ ആദ്യ പാഴ്സി വംശജൻ. ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തി. നമുക്കറിയാം INCയുടെ സമ്മേളനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി. പാഴ്സി മതക്കാരനാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബ്രെയിൻ തിയറി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഈ പറയുന്ന ദാദാഭായ് നവറോജി ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിക്കാനായിട്ട് ആർക്ക് കൊടുത്തത്? ദാദാഭായ് നവറോജിക്ക് കൊടുത്തത്. 3 തവണ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ്. 1886, 93, 1893, 1906. മൂന്നാമത്തെ സമ്മേളനം 1887 മദ്രാസ്, തമിഴ്നാട്. ബദറുദ്ദീൻ തിയാബ്ജി INC പ്രസിഡന്റായ ആദ്യ മുസ്ലിമാണ്. അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? മദ്രാസ് സമ്മേളനമാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യത്തെ സമ്മേളനം അത് മദ്രാസ് ആണ്. അതേപോലെ തന്നെ ആരായിരുന്നു അധ്യക്ഷൻ? ബദറുദ്ദീൻ തിയാബ്ജി. പങ്കെടുത്ത അംഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 607 പേരാണ് ഇതിൽ പങ്കെടുത്തത്. ഓക്കെ. അപ്പോൾ 1887 മദ്രാസ്, ബദറുദ്ദീൻ തിയാബ്ജി INC പ്രസിഡന്റായ ആദ്യ മുസ്ലിം. അതേപോലെ ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ആദ്യ സമ്മേളനം. പങ്കെടുത്ത അംഗങ്ങൾ 607. അടുത്തത് 1888 അലഹബാദ്, ഉത്തർപ്രദേശ്. ജോർജ് യൂൾ INC പ്രസിഡന്റായ ആദ്യ വിദേശി. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. INC പ്രസിഡന്റായ ആദ്യ വിദേശി ആരാന്ന് ചോദിച്ചാൽ അതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ജോർജ് യൂൾ എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ ഓക്കെയാണല്ലോ. ഓക്കെ. അടുത്തത് 1889. 1889 പ്രത്യേകത എന്ന് പറയുന്നത് ബോംബെ, മഹാരാഷ്ട്ര. വില്യം വെഡർബൻ INC പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി. 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശി. ഓക്കെ. 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശി എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആര് തന്നെയാണ്? ഈ പറയുന്ന നമ്മുടെ വില്യം വെഡർബൻ ആണ്. 2 തവണ പ്രസിഡന്റായ ആദ്യ വിദേശി. അതേപോലെ തന്നെ ആദ്യത്തെ വിദേശി ആരാന്ന് ചോദിച്ചാൽ 88 ആയിരുന്നു. അലഹബാദ്, ജോർജ് യൂൾ. ഓക്കെ. ഇനി 1890 കൊൽക്കത്ത, ഫിറോസ് ഷാ മേത്ത INCയുടെ രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഫിറോസ് ഷാ മേത്ത. ആദ്യത്തെ ആരായിരുന്നു പാഴ്സി? അത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഓക്കെ. ഇനി 1891 നാഗ്പൂര്, P അനന്തചാർലു INC പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യൻ.
ഓക്കെ, അപ്പോൾ INC-യുടെ പ്രസിഡന്റായ ആദ്യ ദക്ഷിണേന്ത്യനാണ് ആരെന്ന് പറയുന്നത് പി അനന്തചാർലു. നാഷണൽ എന്ന പദം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർക്കുകയും തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. ഇനി അടുത്ത ഇതാണ് 1894 മദ്രാസ് സമ്മേളനം. ആൽഫ്രഡ് വെബ് INC പ്രസിഡന്റായ ആദ്യത്തെ വിദേശിയാണ് ആരെന്ന് പറയുന്നത് ആൽഫ്രഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 1896 കൊൽക്കത്ത. റഹ്മത്തുള്ള സയാനി വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1896. ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്ന ചോദ്യമാണ് കേട്ടോ. അതായത് 1896 കൊൽക്കത്ത സമ്മേളനം, റഹ്മത്തുള്ള സയാനി, വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. വന്ദേ മാതരം ആലപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടാഗോർ ആണ്. ഓക്കെ, അപ്പോൾ ടാഗോർ ആണ് 1896 വന്ദേ മാതരം ആലപിച്ചത്. ഒത്തിരി തവണ PSC ചോദിച്ചേക്കണെയാണ്. അതായത് വന്ദേ മാതരം ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്നുള്ളത്. അടുത്തത് നമ്മൾ മോസ്റ്റ്ലി ഒത്തിരി തവണ പറഞ്ഞ ചോദ്യമാണ് 1897 അമരാവതി മഹാരാഷ്ട്ര. C ശങ്കരൻ നായർ INC പ്രസിഡന്റായ ആദ്യ മലയാളി. മറ്റേ INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇത് 1897 അമരാവതി സമ്മേളനം, മഹാരാഷ്ട്ര, ചേറ്റൂർ ശങ്കരൻ നായർ INC പ്രസിഡന്റായ ആദ്യ മലയാളി. അടുത്ത ലക്നൗ ആരാണ്? ഉമേഷ് ചന്ദ്ര ദത്താണ്. ലക്നൗ ഉമേഷ് ചന്ദ്ര ദത്ത് INC ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. അപ്പോൾ INCക്ക് ഒരു ഭരണഘടന രൂപീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? റോമേഷ് ചന്ദ്ര ദത്താണ്. ഇനി 1901 കൊൽക്കത്ത സമ്മേളനം. ദിൻഷായി വാച്ച ഗാന്ധിജി പങ്കെടുത്ത INC സമ്മേളനം ചോദിക്കാറുണ്ട്. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത INC സമ്മേളനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതാണ് 1901 കൊൽക്കത്ത സമ്മേളനം. ദിൻഷായി വാച്ച അധ്യക്ഷനായിരുന്നു. ഗാന്ധിജി പങ്കെടുത്ത INC സമ്മേളനം. 1904 ബോംബെ. ഹെൻറി കോട്ടൺ INC പ്രസിഡന്റായ നാലാമത്തെ വിദേശി. അപ്പോൾ INC പ്രസിഡന്റായ നാലാമത്തെ വിദേശി 1904 ബോംബെ. ഹെൻറി കോട്ടൺ INC പ്രസിഡന്റായ നാലാമത്തെ വിദേശി. ഓക്കെ, അടുത്ത് 1905 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബനാറസ് ഉത്തർപ്രദേശിൽ വെച്ച് നടന്നതാണ്. 1905 ബനാറസ് ഉത്തർപ്രദേശ്. ഗോപാലകൃഷ്ണ ഗോഖലെ സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം. അപ്പോൾ സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് എന്തെന്ന് പറയുന്നത് 1905 ബനാറസ് സമ്മേളനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് നമുക്കറിയാം. ബംഗാൾ വിഭജന സമയത്തെ INC പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാ? ഗോപാലകൃഷ്ണ ഗോഖലെ. ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 1905 ബംഗാൾ വിഭജനം. കഴ്സനാണ് ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് 1911 അത് ഹാർഡിഞ്ച് സെക്കൻഡുമാണ്. ചോദിക്കാറുണ്ട് PSC. അത് നമുക്ക് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ നമുക്ക് വൈസ്രോയ്സ് ആൻഡ് ഗവർണർ ജനറൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഗംഭീരമായിട്ട് നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അടുത്ത് 1906 കൊൽക്കത്ത. ദാദാഭായ് നവറോജി സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം. അപ്പോൾ 1906 കൊൽക്കത്ത. ദാദാഭായ് നവറോജി സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച സമ്മേളനം. അടുത്ത് 1907 സൂററ്റ് ഗുജറാത്ത്. റാഷ് ബിഹാരി ഘോഷ്. സൂററ്റ് വിഭജനം മിതവാദികളും തീവ്രവാദികളും വേർപിരിഞ്ഞത് 1907 സൂററ്റ് ഗുജറാത്ത്. റാഷ് ബിഹാരി ഘോഷ്. സൂററ്റ് വിഭജനം മിതവാദികളും തീവ്രവാദികളും എന്ത് ചെയ്തു? വേർപിരിഞ്ഞ സമ്മേളനമാണ്. അതേപോലെ 1908 മദ്രാസ്. റാഷ് ബിഹാരി ഘോഷ് കോൺഗ്രസിന്റെ ഭരണഘടന രൂപീകരിച്ചു. അപ്പോൾ കോൺഗ്രസിന് ഒരു ഭരണഘടന രൂപീകരിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് 1908 മദ്രാസ് സമ്മേളനം കോൺഗ്രസിന് ഭരണഘടന രൂപീകരിച്ചു. 1909 ലാഹോർ. മദൻ മോഹൻ മാളവ്യ. മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ പ്രസിഡന്റ്. അപ്പോൾ മിന്റോ മോർലി ഭരണപരിഷ്കാരം നിലവിൽ വരുമ്പോൾ ആരായിരുന്നു പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ മദൻ മോഹൻ മാളവ്യ. ഓക്കെ, അടുത്തതാണ് 1911 കൊൽക്കത്ത സമ്മേളനം. 1911 കൊൽക്കത്ത സമ്മേളനം. BN ധർ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ 1896 കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് 1911 ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം. അപ്പോൾ ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം ഏതാന്ന് ചോദിച്ചാൽ 1911 കൊൽക്കത്ത സമ്മേളനം. ആരാണ് ആലപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സരളാദേവി ചൗധറാണി. സരളാദേവി ചൗധറാണിയാണ്
എന്ത് 1911 കൊൽക്കത്ത സമ്മേളനം. BN ധർ അധ്യക്ഷൻ. ജനഗണമന ആദ്യമായി ആലപിച്ച INC സമ്മേളനം. ആലപിച്ചത് സരളാദേവി ചൗധറാണി. 1912 ബങ്കിപ്പൂർ ബീഹാറിലാണ്. RN മധോൽക്കർ, ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനം. 1901 ഗാന്ധിജി പങ്കെടുത്തു. 1912 ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനം. 1916 ലക്നൗ ഉത്തർപ്രദേശ്. AC മജുംദാർ. മിതവാദികളും തീവ്രവാദികളും യോജിച്ചു. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടി. INCയും മുസ്ലിം ലീഗും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നതിനു വേണ്ടി ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചു. അത് ആരാ ഒപ്പുവെച്ചെന്ന് ചോദിച്ചാൽ തിലകും ജിന്നയുമാണ് ഈ ഒരു ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പോൾ INCയും മുസ്ലിം ലീഗും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത് ഈ സമ്മേളനം 1916 ലക്നൗ സമ്മേളനം. ലക്നൗ എവിടെയാ? ഉത്തർപ്രദേശിലാണ്. 1917 കൽക്കത്ത ആനി ബസന്റ്. INC പ്രസിഡന്റായ ആദ്യ വനിത എന്ന് പറയുന്നത് നമുക്കറിയാം, അസിൻസ് എന്ന് പറയുന്ന ഒരു കോഡുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് 1917 കൊൽക്കത്ത സമ്മേളനം ആനി ബസന്റ്. INC പ്രസിഡന്റായ ആദ്യ വനിത അല്ലെങ്കിൽ വിദേശി വനിതയാണ് ആരെന്ന് പറയുന്നത്? ആനി ബസന്റ്. ഓക്കെ. അടുത്ത 1919 അമൃതസർ പഞ്ചാബ്. മോത്തിലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. അപ്പോൾ 1919 അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, അത്രയ്ക്ക് ചോദിക്കാറൊന്നുമില്ല. മോത്തിലാൽ നെഹ്റു ആണ് അധ്യക്ഷൻ. അമൃതസർ പഞ്ചാബ്. ജാലിയൻ വാലാബാഗിനെതിരെയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനമായിരുന്നു. ലാലാ ലജ്പത് റായ് ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചു. 1920 നാഗ്പൂർ. വിജയരാഘവ ആചാര്യ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസാക്കി. 1921 അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. CR ഹരിദാസും അതേപോലെ ഹക്കീം അജ്മൽ ഖാനും. CR ദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ഹക്കീം അജ്മൽ ഖാൻ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനമായിരുന്നു. അപ്പോൾ CR ദാസ്, ഹരിദാസ് എന്നാട്ടോ, CR ദാസ് എന്നാണ്. അത് ഇതിൻ്റെ അകത്ത് വന്ന മിസ്റ്റേക്കാണ്, അത് ടൈപ്പിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്, ക്ഷമിക്കുക. 1921 അഹമ്മദാബാദ്. CR ദാസ് അതേപോലെ തന്നെ ഹക്കീം അജ്മൽ ഖാനുമാണ്. ഓക്കെ. അടുത്തത് 1922 ഗയ. CR ദാസ് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാനുള്ള INC തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. 1923 കാക്കിനട ആന്ധ്രാപ്രദേശ്. മൗലാന മുഹമ്മദ് അലി, TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വച്ചോ, 1 മാർക്ക് കിട്ടും. 1923 കാക്കിനട ആന്ധ്രാപ്രദേശ്. മൗലാന മുഹമ്മദ് അലി, TK മാധവൻ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. 1923 ഡൽഹി പ്രത്യേക സമ്മേളനം. മൗലാന അബ്ദുൽ കലാം ആസാദ് INC പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. അതേപോലെ തന്നെ 1924 ബെൽഗാം ഗാന്ധി, മഹാത്മാഗാന്ധി അധ്യക്ഷനായ സമ്മേളനം. 1925 കാൺപൂർ സരോജിനി INC പ്രസിഡന്റാകുന്ന ആദ്യ ഇന്ത്യൻ വനിത. അതേപോലെ തന്നെ INCയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ്. INCയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി, ഹിന്ദുസ്ഥാനി. നമ്മൾ പറഞ്ഞ 1925. അതേപോലെ 1927 മദ്രാസ് MA അൻസാരി സൈമൺ കമ്മീഷനെതിരെ പ്രമേയം പാസാക്കപ്പെട്ടു. ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചു. 1929 ലാഹോർ. ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ്, ഇമ്പോർട്ടൻ്റ് ആണ്, പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായ ആദ്യ സമ്മേളനമാണ്. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക ഉയർത്തി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാനും തീരുമാനിച്ചു. അടുത്ത 1933 കൽക്കട്ട. നെല്ലിസൺ ഗുപ്ത കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വനിതയും മൂന്നാമത്തെ വനിതയും. നെല്ലിസൺ ഗുപ്തയുടെ യഥാർത്ഥ പേര് എഡിത്ത് എല്ലൻ ഗ്രേ. ചിലപ്പോൾ ചോദിക്കാം, എഡിത്ത് എല്ലൻ ഗ്രേ താഴെ പറയുന്നവയിൽ ഏത് INC പ്രസിഡന്റാ ചോദിച്ചാൽ അത് നെല്ലിസൺ ഗുപ്തയാണ്. രസകരമായിട്ടുള്ള ചോദ്യമാണ്, ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോകാനും ചാൻസ് ഉണ്ട്. ഇനി 1934 ബോംബെ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമ്മേളനം. INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഇനി 1935 ബോംബെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യക്കൊരു ഭരണഘടന എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട സമ്മേളനം. ഇനി 1936 ഫൈസ്പൂർ. ജവഹർലാൽ നെഹ്റു ഗ്രാമപ്രദേശത്ത് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം. ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുവാൻ ആവശ്യപ്പെട്ടു. ഫൈസ്പൂർ സമ്മേളനം നടന്നത് 1937 നടന്നത്.
അതേപോലെ തന്നെ 1938 ഹരിപുര. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ സമ്മേളനം നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റുവിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് രൂപീകരിച്ചു. 39 ത്രിപുരി മധ്യപ്രദേശ്. സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യെ പരാജയപ്പെടുത്തി കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായതാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അനൈക്യം മൂലം സുഭാഷ് ചന്ദ്രബോസ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ പകരം പ്രസിഡന്റായത് രാജേന്ദ്ര പ്രസാദുമാണ്. അതേപോലെ തന്നെ SK പൊറ്റക്കാട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. SK പൊറ്റക്കാട് പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1939 ആണ്, അത് ഹരിപുര സമ്മേളനം. അതേപോലെ തന്നെ 1940 റാംഗഡ് ജാർഖണ്ഡ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരം, സിംല സമ്മേളനം തുടങ്ങിയ നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡന്റായ വ്യക്തിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അതേപോലെ 1946 മീററ്റ്, JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതാരാണ്? JB കൃപലാനി. 48 ജയ്പൂർ, പട്ടാഭി സീതാരാമയ്യ. സ്വാതന്ത്ര്യത്തിനു ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം. സ്വാതന്ത്ര്യത്തിനു ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ ജയ്പൂർ സമ്മേളനത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയാണ് JVP കമ്മിറ്റി. 1950 നാസിക്, മഹാരാഷ്ട്ര. പുരുഷോത്തം ദാസ് ടണ്ടൻ. ഇന്ത്യ റിപ്പബ്ലിക്കായ ശേഷം നടന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം. അതേപോലെ തന്നെ എന്താണ് മറ്റു പ്രത്യേകത? 1955 ആവടി, തമിഴ്നാട്. UN ദേബർ. സോഷ്യലിസ്റ്റ് മാതൃകയിലുള്ള വികസനമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. 59 ഡൽഹി പ്രത്യേക സമ്മേളനമായിരുന്നു. ഇന്ദിരാഗാന്ധി ആയിരുന്നു. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത. കോൺഗ്രസ് പ്രസിഡന്റായി ഇരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് ഇന്ദിരാഗാന്ധി. അടുത്ത് 85 ബോംബെ, രാജീവ് ഗാന്ധി. കോൺഗ്രസ് വാർഷിക സമയത്തെ പ്രസിഡന്റാണ് രാജീവ് ഗാന്ധി. 97 കൽക്കട്ട, സീതാറാം കേസരി. പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്. 98 കൽക്കട്ട, സോണിയാഗാന്ധി. സ്വാതന്ത്ര്യത്തിനു ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയാണ് സോണിയാഗാന്ധി. അതേപോലെ തന്നെ പിന്നെ എന്താണ് പ്രത്യേകത വരുന്നത്? പിന്നെ വരുന്നത് കോൺഗ്രസ് രൂപീകരണത്തിൽ 125ാം വാർഷികത്തിൽ പ്രസിഡന്റായിരുന്നത് സോണിയാഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി 2017 ഡൽഹി. അതായത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2017 ഡിസംബർ 16. 2020 ഡൽഹി, സോണിയാഗാന്ധി ആക്ടിംഗ് ആയിരുന്നു. 2022 ഡൽഹി ആരാണ്? മല്ലികാർജുൻ ഖാർഗെ. 2022 തെരഞ്ഞെടുപ്പിൽ മല്ലികാർജുൻ ഖാർഗെ മത്സരിച്ചത് ആർക്കെതിരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂറിനെതിരെയാണ്. ഇത്രയും കാര്യങ്ങളാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 54 സമ്മേളനങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് കോഡൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ഓഫ്ലൈൻ സെൻറ്ററിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഏകദേശം ഒരു 3 ക്ലാസ്സിൽ വൈൻഡപ്പ് ചെയ്യുന്ന ടോപ്പിക്കാണ്. ഇതിപ്പോൾ ഇത്രയും കണ്ടന്റ് ചുരുക്കി മാക്സിമം സെറ്റ് ചെയ്ത് തന്നേക്കുന്നത്. ഇതൊക്കെ കുറച്ചുകൂടി ഗംഭീരമായിട്ട് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീരത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. INC-യുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1929 ലാഹോർ സമ്മേളനം. അപ്പോൾ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളിയായിരുന്നു C ശങ്കരൻ നായർ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ലാഹോർ സമ്മേളനം 1929 ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ് PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. എന്നാണ് 1885 ഡിസംബർ 28. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ് വളരെ വ്യക്തമായിട്ട്. ഇനി അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് നോക്കാം. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ
ദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇതെന്താണ്? അതായത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ? ഒന്നാമത്തേത് ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു, അത് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ പിന്നെ ഏതാ? അതായത് നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. അത് ആരുടെ നേതൃത്വത്തിലാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു രണ്ടെണ്ണാണ് നമുക്ക് എന്ത് തെറ്റായിട്ടുള്ള പ്രസ്താവന, 1ഉം 4ഉം. ഇനി കോൺഗ്രസിന്റെ വിദേശികളായിട്ടുള്ള പ്രസിഡന്റ് ആരൊക്കെയാന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റത്തെ ജോർജ് യൂള് എന്ന 1888 കോൺഗ്രസ് പ്രസിഡന്റായ വിദേശി ജോർജ് യൂള്. വില്യം വെഡർബൻ 1889, 1910. ആൽഫ്രഡ് വെബ് 1894. ഹെൻറി കോട്ടൺ 1904. ആനി ബസന്റ് 1917. നെൽസൺ ഗുപ്ത 1933. അപ്പൊ മൊത്തം എത്ര പ്രസിഡന്റാ? 1, 2, 3, 4, 5, 6 പ്രസിഡന്റാണ് കോൺഗ്രസ് പ്രസിഡന്റായ വിദേശികൾ എന്ന് പറയുന്നത്. ജോർജ് യൂള് 1888, വില്യം വെഡർബൻ 1889, ആൽഫ്രഡ് വെബ് 1894, ഹെൻറി കോട്ടൺ 1904, ആനി ബസന്റ് 1917, നെൽസൺ ഗുപ്ത 1933. അതെന്താണ് കോൺഗ്രസ് പ്രസിഡന്റായ വിദേശികൾ. ഇനി കോൺഗ്രസ് പ്രസിഡന്റായ വനിതകൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ അതിന്റെ കോഡാണ് അസിൻസ്. അസിൻസ് എന്ന് പറഞ്ഞൊരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോൺഗ്രസിന്റെ പ്രസിഡന്റായ വനിതകൾ നമുക്ക് നോക്കാം. എന്താണ്? ആകപ്പാട് 5 പേരുള്ളൂ. ആനി ബസന്റ്, അസിൻസ് ആണ് കോഡ്, ASINS. അപ്പൊ നോക്കിയേ, ആനി ബസന്റ് 1917. അടുത്ത അടുത്ത് എസ് സരോജിനി നായിഡു, AS സരോജിനി നായിഡു. അടുത്ത് നെല്ലിസൺ ഗുപ്ത 1933, ഇന്ദിരാഗാന്ധി 1959, സോണിയാഗാന്ധി 1998. കോൺഗ്രസ് രൂപീകരണ സമയത്തെ പ്രമുഖരാരൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ, അതായത് INC രൂപീകൃതമാകുന്ന സമയത്ത് വൈസ്രോയ് നമ്മൾ പറഞ്ഞിരുന്നു ആരാ? ഡഫറിൻ പ്രഭു ആണ്. ആ സമയത്തെ നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറഞ്ഞിരുന്നു. ആരായിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? അത് റാൻഡോൾഫ് ചർച്ചിലാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയാണ്. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി INC രൂപീകൃതമാകുന്ന സമയത്തെ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സാലിസ്ബറി പ്രഭു. ഇന്ത്യയുടെ വൈസ്രോയി ഡഫറിൻ പ്രഭു. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ റാൻഡോൾഫ് ചർച്ചിൽ പ്രഭു. ബോംബെ ഗവർണറാണ് ലോർഡ് റേ. അപ്പോൾ ഒന്നുകൂടി പറയാം, 5 പഠിക്കാനുള്ളൂ. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സാലിസ്ബറി പ്രഭു, ഇന്ത്യയുടെ വൈസ്രോയി ഡഫറിൻ പ്രഭു, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ റാൻഡോൾഫ് ചർച്ചിൽ പ്രഭു, ബോംബെ ഗവർണർ ലോർഡ് റേ. ഓക്കെ, ഇനി കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ വാൽവ് സിദ്ധാന്തം മുന്നോട്ട് വച്ചത് വില്യം വെഡർബൻ ആണ്. പക്ഷേ PSCയുടെ ഉത്തരസൂചിക പ്രകാരം ആര് തന്നെയാണ്? ലാലാ ലജ്പത് റായി ആണ്. അപ്പോൾ PSCയുടെ ഉത്തരസൂചിക പ്രകാരം ലാലാ ലജ്പത് റായി ആണ്. പക്ഷേ ലാലാ ലജ്പത് റായി എന്ന് പറയുന്ന ഒരു ഉത്തരം ഓപ്ഷൻ ഇല്ലെങ്കിൽ മാത്രം എന്തിലേക്ക് പോവുക? വില്യം വെഡർബനിലേക്ക് പോവുക. ഓക്കെ, ഇനി നമുക്ക് ദാദാഭായ് നവറോജി, നമ്മൾ അന്നേരം ആ ഒരു സമയത്ത് നോക്കിയതാണ് പറഞ്ഞതുമാണ്. അതായത് ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചത് 1866 രൂപീകരിച്ച ദാദാഭായ് നവറോജി. മുതിർന്നവർക്കിടയിൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദാദാഭായ് നവറോജി ആരംഭിച്ച സംഘടനയാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി. ഗ്യാൻ പ്രസാരക് മണ്ഡലി ആര് ആരംഭിച്ച സംഘടനയാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും പിതാവ്. അപ്പോൾ ഇന്ത്യൻ എക്കണോമിക്സും ഇന്ത്യൻ പൊളിറ്റിക്കൽ സയൻസിന്റെയും പിതാവ് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. ബ്രിട്ടനിലെ ഇന്ത്യയുടെ അനൗദ്യോഗിക അംബാസിഡർ ആയിരുന്നു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, ഇന്ത്യയുടെ ഗ്ലാഡ്സ്റ്റൺ, ഇന്ത്യയുടെ ദേശീയ വരുമാനം പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത്, സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു, കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി, കോൺഗ്രസിന്റെ 2ാമത്തെ പ്രസിഡന്റും ആദ്യത്തെ അഹിന്ദു പ്രസിഡന്റും, ബോംബെയിലെ എൽഫിൻസ്റ്റോൺ കോളേജിൽ പ്രൊഫസറായി നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനും ആര് തന്നെയാ? ദാദാഭായ് നവറോജിയാണ്. അതേപോലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിരവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തി. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ധൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത്, മസ്തിഷ്ക ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ. ഇതൊക്കെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ദാദാഭായ് നവറോജിയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷന്റെ മുൻഗാമി ലണ്ടൻ ഇന്ത്യൻ
മിഷൻ സൊസൈറ്റി. ലണ്ടൻ ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, WC ബാനർജി, മൻമോഹൻ ഘോഷ്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ്റെ ആദ്യ പ്രസിഡന്റാണ് ലിവ്ഡൺ പ്രഭു എന്ന് പറയുന്നത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ വനിതാ അംഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകി തുടങ്ങിയ വർഷം 1912 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനിൽ വനിതാ അംഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകി തുടങ്ങിയത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ നാഷണൽ ഇന്ത്യൻ അസോസിയേഷനിൽ ലയിപ്പിച്ച വർഷം 1949. ഓക്കെ, വന്ധ്യവയോധികന്മാർ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? എസ് സുബ്രഹ്മണ്യ അയ്യരാണ് തെക്കേ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാ? ദാദാഭായ് നവറോജി എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ദാദാഭായ് നവറോജി. തെക്കേ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് എസ് സുബ്രഹ്മണ്യ അയ്യർ. ഗുജറാത്തിന്റെ വന്ധ്യവയോധികൻ അബ്ബാസ് ത്യാബ്ജി. ബംഗാളിന്റെ വന്ധ്യവയോധികൻ സുരേന്ദ്രനാഥ ബാനർജി. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവ മേനോൻ. ബ്രിട്ടന്റെ വന്ധ്യവയോധികനാണ് ഗ്ലാഡ്സ്റ്റൺ. ഇനി തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആരാന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ള. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? കൺവർ സിംഗ്. അപ്പോൾ ഒന്നുകൂടി പറയാം, തെക്കേ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് എസ് സുബ്രഹ്മണ്യ അയ്യറാണ്. എസ് സുബ്രഹ്മണ്യ അയ്യർ. ഗുജറാത്തിന്റെ വന്ധ്യവയോധികൻ അബ്ബാസ് ത്യാബ്ജി. ബംഗാളിന്റെ വന്ധ്യവയോധികൻ സുരേന്ദ്രനാഥ ബാനർജി. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവ മേനോൻ. ബ്രിട്ടന്റെ വന്ധ്യവയോധികൻ ഗ്ലാഡ്സ്റ്റൺ. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ കൺവർ സിംഗ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. അതായത് PSC എക്സാമുകളിൽ ചോദിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും സമ്മേളനങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് വരുന്ന എല്ലാ ഫാക്റ്റുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ അത്രത്തോളം കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഗംഭീരമായിട്ട് തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു ക്ലാസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടാണ്, അതായത് നമുക്കിതിൻ്റെ ക്ലാസ്സുകൾ വേണ്ടി കണ്ടന്റ് ഇത് ശരിയാക്കണം. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത് അത് നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ്, അങ്ങനെ ഒത്തിരി പ്രോസസ്സിലൂടെ കടന്നതിന് ശേഷമാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളതൊരു ഇത് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങളതൊരു വില കുറച്ച് കാണാതെ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം LP-UPക്കൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് കൂടിയാണ് INC എന്നുള്ളത്. അവർക്കൂടിയും ഇത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ LP-UPക്കും ഉപകാരമാണ്. അതേപോലെ തന്നെ LDC, LGS, ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാത്തിനും കൂടി ഉൾപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. മാക്സിമം എത്ര കണ്ടന്റ് ചേർക്കാൻ പറ്റുന്നോ അത്രത്തോളം കണ്ടന്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇത് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ കൂടി ഉണ്ട്. ഓഫ്ലൈൻ സെൻറ്ററിൽ നമ്മൾ കുറച്ചുകൂടിയും കാര്യങ്ങൾ കൂടി പറഞ്ഞാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും കൂടുതൽ വലുതായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും ഇത് കാണത്തു പോലുമില്ല. കാരണം നിങ്ങൾ വെറുതെ സ്കിപ്പ് ചെയ്ത് കളയും. ഇത് ചുമ്മാ നോക്കത്ത് പോലും ഇല്ലാത്തൊരു ലെവലിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇത് ഈ ഒരു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്രത്തോളം ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് പോയി ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. എല്ലാവരും ചെറിയ ചെറിയ 5, 6, 10, 15 മിനിറ്റൊക്കെയുള്ള ക്ലാസ്സാണ് ഇടാറുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്കത് ഉപകാരപ്രദമാകണം. നിങ്ങൾക്കതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കിട്ടണം. എല്ലാവരും രക്ഷപ്പെട്ട് നല്ലൊരു ലെവലിലേക്ക് എത്തുമ്പോഴാണെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സാറേ എന്നുള്ളൊരു വിളിയും അതേപോലെ തന്നെ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അത്രയും മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.